ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഏപ്രിൽ 24-ാം തീയതി ഈ പ്രഭാതത്തിൽ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് ലേവ്യ പുസ്തകം 20-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിൽ ഇസ്രായേൽ ദൈവത്തിൻ്റെ ഇടയിൽ നിലനിൽക്കുന്ന അനേക നീതികൾക്കെതിരെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നതാണ് ഇതിലെ വിഷയം. ഇതിൽ നിന്ന് ഞാൻ ഒരു വാക്യം പ്രത്യേകം വായിക്കട്ടെ. 20-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അവൻ തൻ്റെ സന്തതിയെ മോലേക്കിന് കൊടുക്കുമ്പോൾ ദേശത്തിലെ ജനം അവനെ കൊല്ലാതെ കണ്ണടച്ച് കളഞ്ഞാൽ ഞാൻ അവനും കുടുംബത്തിനും നേരെ ദൃഷ്ടി വെച്ച് അവനെയും അവൻ്റെ പിന്നാലെ മോലേക്കിനോട് പ്രസംഗം ചെയ്യുവാൻ പോകുന്ന എല്ലാവരെയും അവരുടെ ജനത്തിൻ്റെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ രസകരമായൊരു കാര്യമാണ്. ഇസ്രായേൽ സത്യദൈവത്തെ അറിഞ്ഞ ജാതിയാണ്. അവർക്ക് മോലേക്ക് എന്ന് പറയുന്നതായിരിക്കുന്ന ദേവനെയോ അതുപോലെയുള്ള ദേവന്മാരെയോ ഒന്നും സേവിക്കാൻ അനുവാദമില്ല. എന്നാൽ ഇസ്രായേൽ ജനം പിന്മാറ്റത്തിലേക്ക് പോകുമ്പോൾ ജാതികൾ ചെയ്തിരുന്നതായിരിക്കുന്ന നീചപാപങ്ങൾ അവരും ചെയ്യും. ആ നീചപാപങ്ങളിൽ ഒന്നാണ് കുഞ്ഞുങ്ങളെ ബലി കഴിക്കുക എന്ന് പറയുന്നത്. മോലേക്ക് എന്ന് പറഞ്ഞതായിരിക്കുന്ന ദേവന് കുഞ്ഞുങ്ങളെ ബലി കഴിക്കാനായിട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭാഗ്യം കിട്ടുമെന്നാണ്. പുണ്യം കിട്ടും, ഭാഗ്യം കിട്ടും, സാമ്പത്തിക ഉന്നതി കിട്ടും എന്നൊക്കെ ഉള്ളതായിരിക്കുന്ന വിശ്വാസമാണ്. മോലേക്കിൻ്റെ വലിയ ഇരുമ്പോണ്ടുള്ളതായിരിക്കുന്ന ഒരു ദേവനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ദേവനെ അവർ പഴുപ്പിക്കും, അടിക്ക് തീ കൊടുത്ത് പഴുപ്പിച്ച് അങ്ങനെ ദേവൻ പഴുത്തിരിക്കുന്ന സമയത്ത് കുഞ്ഞിനെ കൊണ്ടുവന്ന് ഈ ദേവൻ്റെ കയ്യിലോട്ട് വെച്ച് കൊടുക്കും. ഇങ്ങനെ നീട്ടിയിരിക്കുന്ന കൈയാണ്, കയ്യിലോട്ട് വെച്ച് കൊടുക്കും. കുഞ്ഞ് അവിടെ ഇരുന്ന് കരഞ്ഞ് കുഞ്ഞ് ദഹിച്ച് ചാമ്പലായി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർക്ക് പുണ്യം കിട്ടുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നീചപാപങ്ങൾ ജാതികളായ ആളുകൾ ചെയ്തിരുന്നു. അത് കോപ്പി ചെയ്ത് ഇസ്രായേൽ പിന്മാറ്റത്തിലേക്ക് പോകുന്ന അനേക ആളുകളും അത് ചെയ്തിരുന്നതായിട്ടാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ പാപവും ദുഷ്ടതയും ചെയ്യുന്ന ആളുകൾ ദേശത്തെന്നും കാണും. അവരെ സമ്പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യുവാനായിട്ട് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരികയില്ല. കാരണം അവർ പലപ്പോഴും രഹസ്യമായിട്ടായിരിക്കും അങ്ങനെയുള്ള പാപങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പാപങ്ങൾ ചെയ്യുന്നതായിട്ട് ആരെങ്കിലും അറിഞ്ഞാൽ ആ ചെയ്യുന്നതായിരിക്കുന്ന ആളിനെ കണ്ടതായിരിക്കുന്ന ആൾ കല്ലെറിഞ്ഞു കൊല്ലണം. അവനെയും മറ്റു കുടുംബത്തെയും കല്ലെറിഞ്ഞു കൊല്ലണം. അത് അവരെ പരസ്യമാക്കണം. ആളുകൾ ഒത്തുകൂടണം, കൂടിയിട്ട് അവരെ കല്ലെറിഞ്ഞു കൊല്ലണം. അങ്ങനെ കൊന്നില്ലെങ്കിൽ ദൈവം പറയുകയാണ്, ഞാൻ ഈ കല്ലെറിയാൻ കൊല്ലാതെ കണ്ട സാക്ഷിയായിരുന്നതായിരിക്കുന്ന ആളിനെയും അവൻ്റെ കുടുംബത്തെയും ഞാൻ നശിപ്പിച്ച് കളയുമെന്നാണ്. ഇവിടെ വലിയൊരു പ്രമാണമുണ്ട്. എന്താണ് ആ പ്രമാണം? നാം ഒരു തിന്മയ്ക്ക് ഒരാൾ ചെയ്യുന്നത് കണ്ടാൽ നമുക്കത് രഹസ്യമായി സൂക്ഷിക്കുവാനായിട്ട് കഴിയുകയില്ല. ദുഷ്ടത പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു സ്വകാര്യ അവകാശമായിട്ട് നമുക്ക് ഗണിക്കാനായിട്ട് ഒരിക്കലും കഴിയുകയില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അതൊക്കെ അവരുടെ പ്രൈവറ്റ് കാര്യമല്ലേ, നമ്മളെന്തിനാണ് അതിലൊക്കെ ഇടപെടുന്നത്? അങ്ങനെയല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവജനത്തെ ബാധിക്കുന്നതായിരിക്കുന്ന തിന്മകൾ ഒരാൾ ചെയ്യുന്നത് കണ്ടാൽ, ദൈവം വിലക്കിയിട്ടുള്ള പാപം ചെയ്യുന്നത് കണ്ടാൽ, അത് ടോട്ടൽ പ്രൊഫാനിറ്റി ആയിട്ടുള്ള നീചത്വമായിട്ടുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ഒരാൾ ചെയ്യുന്നത് കണ്ടാൽ കണ്ടയാൾക്ക് കണ്ടില്ല എന്ന് അടിക്കാനുള്ളതായിരിക്കുന്ന അവകാശമില്ല. അവർ അത് പരസ്യം ചെയ്യണം, അവർ തന്നെ ശിക്ഷിക്കണം. ആദ്യം കണ്ടതായിരിക്കുന്ന ആൾ തന്നെ കല്ലെടുത്ത് അവരെ എറിയണം. അത് ചെയ്യുന്നതായിരിക്കുന്ന ആളുകളെ കൂട്ടണം, കല്ലെറിഞ്ഞവരെ കൊല്ലണമെന്നുള്ളതാണ് ദൈവം വച്ചിരിക്കുന്നതായിരിക്കുന്ന പ്രമാണം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് ഇങ്ങനെയുള്ള പാപങ്ങൾ ചെയ്യുന്നത് ആളുകൾ കണ്ടാൽ അവർ മിണ്ടാതെ ഇരിക്കുക എന്നുള്ളതാണ്. അതൊക്കെ അവരുടെ സ്വകാര്യ കാര്യം. ഞാൻ എന്തിനാണ് ഇതിലൊക്കെ ഇടപെടുന്നത്? വെറുതെ ശല്യം, അവരുടെ ശത്രുത എന്തിനാണ് ഞാൻ വലിച്ചു വെക്കുന്നത് എന്നൊക്കെ ആളുകൾ ചിന്തിച്ച് അവർ മിണ്ടാതെ ഇരിക്കും. എന്നാൽ ഇസ്രായേലിലെ പ്രമാണം വ്യത്യസ്തമാണ്. ദൈവം നിരോധിച്ച തിന്മകൾ ചെയ്യുവാൻ ആർക്കും അനുവാദം ഉണ്ടായിരുന്നില്ല. പാപം ചെയ്യുവാനുള്ള സ്വകാര്യ അവകാശം എന്നൊന്ന് ഇസ്രായേൽ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ സ്വകാര്യമായി പലരും ചെയ്തു വന്ന ഒരു പാപമാണ് നരബലി എന്ന് പറയുന്നത്. മോലേക്കിന് കുഞ്ഞുങ്ങളെ പലരും യാഗം കഴിച്ചിരുന്നു. ഈ നീചപ്രവൃത്തിയെക്കുറിച്ച് ഒരാൾ അറിഞ്ഞാൽ അയാൾ ആ കുറ്റത്തിന് സാക്ഷിയാണ്. അത് ചെയ്തതായിരിക്കുന്ന വ്യക്തിയെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ അത് കണ്ടതായിരിക്കുന്ന ആൾ ഉത്തരവാദിയാണ്. അവനത് ചെയ്യുന്നില്ലെങ്കിൽ അവൻ ആ പാപം ചെയ്തതുപോലെയാണ് കണക്കാക്കുന്നത്. പാപങ്ങൾക്ക് നേരെ കണ്ണടച്ച് കളയുവാൻ ദൈവം ആരെയും അനുവദിക്കുന്നില്ല. നരബലി പോലെയുള്ള പാപങ്ങൾ ചെയ്ത കുടുംബങ്ങളെ ദൈവം നശിപ്പിച്ച് കളഞ്ഞിരുന്നു. അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ ഇന്നത്തെ സ്ഥിതി നോക്കുക. എന്തെല്ലാം നീചകാര്യങ്ങളാണ് സമൂഹത്തിൽ നടക്കുന്നത്. എന്തെല്ലാം നീചകാര്യങ്ങൾ. നരബലി നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇന്നും ആളുകളെ ബലി കഴിക്കുന്നുണ്ട്. ആളുകളെ പാർട്സാക്കി വിൽക്കുന്നവരുണ്ട്. ഡ്രഗ്സ് മാഫിയകളുണ്ട്, ഡ്രഗ്സ് വിൽക്കുന്നവരുണ്ട്. അതുപോലെയുള്ള നീചപാപം, അഡൽട്ടറി, പരസംഗം, ലൈംഗിക പാപങ്ങൾ ചെയ്യുന്നവരായിരിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ പോലും പലരും അതിനെതിരെ പോലീസിനെ അറിയിക്കുക പോലും ചെയ്യുകയില്ല. കാരണം എന്തിന് ഞാനിതിലൊക്കെ ഇടപെടുന്നു എന്നുള്ളതാണ്. എന്നാൽ ദൈവജനത്തിൻ്റെ ഇടയിൽ അങ്ങനെ നിഷ്ക്രിയത്വം പാലിക്കുവാനായിട്ട് അനുവാദമില്ല. കാരണം ഇത് രഹസ്യഭാവമായിട്ട് ഒരിക്കലും ഇരിക്കുകയില്ല. ഇതൊക്കെ ചെയ്യുന്നവരായിരിക്കുന്ന ആളുകൾ സമൂഹത്തെ നശിപ്പിച്ച് കളയുന്നതായിരിക്കുന്ന ആളുകളാണ്. പാപത്തിന് നേരെ കണ്ണടയ്ക്കുവാൻ ആർക്കും അനുവാദമില്ല.
ഇംഗ്ലണ്ടിലെ ഒരു നിയമമുള്ളത്, ഒരാൾ മുങ്ങിച്ചാകുന്നത്, വെള്ളത്തിൽ വീണ് ചാകുന്നത് കണ്ടയാൾ തനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ, കരയുകയോ വിളിക്കുകയോ ആളുകളെ വിളിച്ചു കൂട്ടുകയോ പോലീസിനെ അറിയിക്കുകയോ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ, ആ മരിച്ച ആൾ വെള്ളത്തിൽ വീണ് മരിച്ചു പോയാൽ മരണക്കുറ്റം ഈ ആളിൻ്റെ മേൽ ചുമത്തുവാനുള്ളതായിരിക്കുന്ന അനുവാദമുണ്ട്. കാരണം ഒരു മാനുഷികമായിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ്. ഒരാൾ മുങ്ങിച്ചെത്താൽ എനിക്ക് നീന്തറിയില്ല, വെള്ളത്തിൽ ചാടാൻ കഴിയില്ല, പക്ഷെ എനിക്ക് കരയാം, വിളിക്കാം, ആളുകളെ കൂട്ടിച്ചേർക്കാം, എനിക്ക് ചെയ്യാവുന്നത് ചെയ്യാം. ഞാനത് ചെയ്യുന്നില്ലെങ്കിൽ അവൻ ചത്തോട്ടെ എന്ന് പറയുന്നതായിരിക്കുന്ന എൻ്റെ ആ മനോഭാവം എന്ന് പറയുന്നൊരു കൊലപാതക മനോഭാവമാണ്. അതിൽ ഞാൻ കുറ്റക്കാരനാണ്. എന്നാൽ നമ്മുടെ രാജ്യത്ത് അങ്ങനെയല്ല. വിശ്വാസികളുടെ ഇടയിൽ പോലും പലരും മറ്റുള്ളവരുടെ ചെയ്യുന്നതായിരിക്കുന്ന മാരകമായ പാപങ്ങൾ കണ്ടാൽ നമ്മൾ മിണ്ടാൻ പോകണ്ട, നമ്മളിതിലൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറ്റക്കാരായി തീരും എന്ന് പറയുന്ന രീതിയിലാണ്. ആ ഒരു മനോഭാവം ഒരിക്കലും ശരിയല്ല. പാപത്തിന് നേരെ നമുക്കങ്ങനെ കണ്ണടയ്ക്കുവാനായിട്ട് സാധിക്കില്ല. അതിൻ്റെ ഫലം എന്താണ്? ദൈവം പറഞ്ഞ എന്താണ്? നീ അങ്ങനെ നിഷ്ക്രിയത്വം പാലിച്ചാൽ ഞാൻ നിന്നെ ആ കുറ്റത്തിന് കൊന്നുകളയുമെന്നാണ്. നരവരിയുടെ കുറ്റം ഞാൻ നിന്നിൽ ആരോപിക്കും, നിന്നെയും നിൻ്റെ കുടുംബത്തെയും ഞാൻ നശിപ്പിച്ച് കളയും. കാരണം എന്താ? അങ്ങനെ ഒരു പാപം നീ കണ്ടിട്ട് നീ അതിന് നേരെ കണ്ണടച്ച് കളഞ്ഞാൽ ഞാൻ കണ്ണടച്ച് കളയുകയില്ല, ഞാൻ നിൻ്റെ കുടുംബത്തെയും അതിനെ ശിക്ഷ വിധിക്കും എന്നുള്ളതാണ്. എൻ്റെ പ്രിയമുള്ളവരെ, പാപത്തിന് നേരെ കണ്ണടച്ചിട്ട് നമുക്ക് സൂര്യമായി ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ജീവനുള്ള ദൈവം പാപത്തിന് നേരെയുള്ള നമ്മുടെ മനോഭാവത്തെ കാണുന്നവനാണ്. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എല്ലായ്പ്പോഴും നമുക്ക് ഇന്നത്തെ കാലത്ത് കല്ലെറിയാനൊന്നും നമുക്ക് അനുവാദമില്ല. അങ്ങനെയുള്ളതായിരിക്കുന്ന ശിക്ഷകൾക്ക് ഗവൺമെൻറ്റാണ്. എങ്കിലും നമുക്കത് ഗവൺമെൻറ്റിനെ അറിയിക്കേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ്റിനെ അറിയിക്കുക, സഭയെ അറിയിക്കേണ്ട കാര്യങ്ങൾ സഭയെ അറിയിക്കുക, സമൂഹത്തെ അറിയിക്കേണ്ട കാര്യങ്ങൾ സമൂഹത്തെ അറിയിക്കുക. ഞാൻ കണ്ടില്ല എന്നുള്ളതായിരിക്കുന്ന ആ ഒരു നാട്യം വളരെ ദോഷം ചെയ്യുന്നതാണ്. കാരണം ഇതെല്ലാം കാണുന്നവനായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം നമ്മെ കുറ്റം വിധിക്കും, നമ്മെ ന്യായം വിധിക്കും, നമ്മുടെ കുടുംബത്തെ ദൈവം ശിക്ഷിക്കും. അതിൻ്റെ ഭാരം നാം വഹിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ദൈവം പറഞ്ഞു, അതെ, ഇങ്ങനെയുള്ള പാപം ചെയ്യുന്നത് കണ്ടാൽ അവരെ ഛേദിച്ച് കളയുമെന്നാണ്. അതെ ആരെങ്കിലും തൻ്റെ സന്തതിയെ മോലേക്കിന് കൊടുത്തതിനാൽ എൻ്റെ വിശുദ്ധ മന്ദിരം മലിനമാക്കുകയും എൻ്റെ വിശുദ്ധനാമം അശുദ്ധമാക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അവൻ്റെ നേരെ ദൃഷ്ടി വെച്ച് അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയും. അവൻ തൻ്റെ സ്വന്തം സന്തതിയെ മോലേക്കിന് കൊടുക്കുമ്പോൾ ദേശത്തിലെ ജനം അവനെ കൊല്ലാതെ കണ്ണടച്ച് കളഞ്ഞാൽ ഞാൻ അവനും കുടുംബത്തിനും നേരെ ദൃഷ്ടി വെച്ച് അവനെയും അവൻ്റെ പിന്നാലെ മോലേക്കിനോട് പരസംഗം ചെയ്യാൻ പോകുന്ന എല്ലാവരെയും അവരുടെ ജനത്തിൻ്റെ നടുവിൽ നിന്ന് ഛേദിച്ച് കളയും. അതുപോലെയാണ് വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രിവാദികളുടെയും പിന്നാലെ പരസംഗം ചെയ്യുവാൻ പോകുന്നവരുടെ നേരെ ഞാൻ ദൃഷ്ടി വെച്ച് അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയും. ആകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കുകയും. നമ്മളെ തന്നെ എങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത്? നാം പാപം ചെയ്യാതിരിക്കുന്നത് കൊണ്ട് തന്നെ മാത്രം നാം വിശുദ്ധന്മാരാവുകയില്ല. പാപത്തിന് നേരെയുള്ള നമ്മുടെ മനോഭാവം നാം ആരാണ് എന്ന് കാണിക്കുന്നതാണ്. നീചമായ പാപങ്ങൾ നടക്കുമ്പോൾ എനിക്കത് വിഷയമല്ലെന്ന് പറയുന്ന ആളുകൾ ആ നീചമായ പാപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ്. അത് നിശബ്ദമായിട്ടെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ്. ദൈവം അത് വളരെ ഗൗരവമായ കുറ്റമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ളതായിരിക്കുന്ന പാപങ്ങളെ വെറുക്കുകയും നമ്മുടെ സമൂഹത്തെ പാപത്തിൽ രക്ഷിക്കുവാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണോ ആ കാര്യം കാണുകയും ചെയ്യാം. ഇന്നത്തെ കാലത്ത് ആളുകൾ അവനാ ഒറ്റിക്കൊടുത്തെന്ന് പറയും, ഇവൻ ഡ്രഗ്സ് വിൽക്കുന്നവനാണ്, അവനാ ഒറ്റിക്കൊടുത്തെന്ന് പറയും. എന്നിട്ട് ഡ്രഗ്സ് മാഫിയ എല്ലാം കൂടി വന്ന് അവൻ്റെ കുടുംബത്തെ അടിച്ച് തകർക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള ഭവിഷ്യത്തുകളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ ഏറ്റവും സുരക്ഷിതമായി ബുദ്ധിയായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിലും അറിയിക്കേണ്ട അധികാരികളെ അറിയിക്കാതിരിക്കുന്നത് ആ കുറ്റത്തിന് നാം കൂട്ടുന്നതിന് സമമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും നമുക്ക് ചെയ്യാതിരിക്കാം. പാപത്തിന് നേരെ കണ്ണടയ്ക്കാതിരിക്കാം. പാപത്തെ ഗൗരവമായി തന്നെ കാണുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.